അപ്പോൾ നിങ്ങൾ എൻ്റെ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ 5th മന്ത് സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഓൺ ടൈമിന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പോകുന്നത്. 8:45 9 മണിക്കാണ് എത്താൻ പറഞ്ഞത്. 5th മന്ത് എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുള്ള സ്കാനിങ് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അനോമലി സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്ലൂക്കോസിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് എടുക്കുന്ന എന്തോ സംഭവം എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് കാണാം. ഞാൻ എൻ്റെ ക്ലിപ്സ് ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ബാക്കി ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. ഇതാണ് അപ്പം ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ. വടകരയിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ പോകുന്നത്. ആദ്യത്തെ പാർക്കും ആയിരുന്നു, ഇപ്പോഴത്തെ BBI. അത് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഡോക്ടർ ഏതാണെന്ന് വെച്ചാൽ സജന ഡോക്ടറാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം എന്നോട് രാവിലെ 9 മണിക്ക് എത്താനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ. കാരണം 5th മന്ത് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് കൂടുതലുണ്ടായിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്കാനിങ്ങിൻ്റെ സമയം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 9 മണിയായിരുന്നു. പക്ഷേ 9 മണി എന്ന് പറയുമ്പോൾ അവിടെ ബില്ലടച്ചു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ടോക്കൺ എടുത്തതാണ്. ടോക്കൺ എടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈറ്റ്, വെയിറ്റ്, BP ഇതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ കാണിച്ച ചെറിയൊരു ക്ലിപ്പ്. BP ചെക്ക് ചെയ്യുന്നതായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഗ്ലൂക്കോസിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയത്. അത് കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ എൻ്റെ മുന്നിലൊരു ചെറിയൊരു പാവ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം അവരൊരു ഗ്ലൂക്കോസിൻ്റെ വെള്ളം തന്നു. കുടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു. അതായത് ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് അതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അതിനിടയിൽ നമ്മൾ സ്കാനിങ്ങിന് പോയി. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിയായി. ഫുഡ് കഴിക്കാൻ പോകണ്ട. അതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ അധികം ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ ടിപ്സ് മാത്രമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്തൊക്കെയാണ് അവിടെ നടന്നേന്. ഞാൻ ആദ്യം 9 മണിയാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലെത്തിയപ്പോൾ നമുക്ക് തന്ന ടൈമായിരുന്നു 9 മണി. അപ്പോൾ അവിടെ എത്തി സ്കാനിങ്ങിൻ്റെ അടുത്ത് പോയി. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു ടോക്കണൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞ് ഹൈറ്റ്, വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം നമുക്ക് തരുന്ന അവിടെയാണ്. ഗ്ലൂക്കോസ് വെള്ളം കുടിച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ്, അതായത് എന്തായിരുന്നു, ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ഗ്ലൂക്കോസ് കുടിക്കുന്ന ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാം. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോയത്. സ്കാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഇതിന് മുന്നേയും 2 പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ചാൽ കുറച്ചധികം ടൈം എടുത്തു ഈ ഒരു 5th മന്ത് സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. എന്നാലും ഒരു അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഏകദേശം സമയമായി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയ സമയം ആയപ്പോഴേക്കും എന്ത് ചെയ്തു, ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നു. തിരിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി ഡോക്ടറുടെ അടുത്ത കയ്യിൽ എത്തുമായിരുന്നു. അപ്പോൾ ഡോക്ടർ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്കാനിലൊന്നും കുഴപ്പമില്ല, അനോമലി ഒന്നുമില്ല, മീൻസ് വൈകല്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് മന്താണ് നമുക്ക് അടുത്ത ചെക്കപ്പിൻ്റെ ഡേറ്റ് തന്നേക്കുന്നത്. അതായത് ഡിസംബർ 7 അന്ന്. ആ സമയത്ത് തന്നെ സ്കാനില്ല, ചെക്കപ്പ് മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ക്ലിപ്സൊന്നും അധികം കാര്യമായിട്ട് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളത്. എന്തായാലും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അനോമലി സ്കാൻ, 5th മന്തിൻ്റെ അനോമലി സ്കാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു വീഡിയോ എടുത്തു. അറിയില്ല കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കണ്ടു നോക്കുക, അത്ര തന്നെ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. അത്രയൊക്കെ തന്നെ. ബൈ. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.